പ്രശസ്ത നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണൻ മലയാളിക്ക് സുപരിചിതനാണ്. ഇദ്ദേഹത്തെ അധിക്ഷേപിച്ച നർത്തകി സത്യഭാമയ്ക്കെതിരെ വിമർശനം ശക്തമാകുന്നു. ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നാണ് കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം. രാമകൃഷ്ണൻ കാക്ക പോലെ കറുത്തവനാണെന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും ഒരു അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞിരിക്കുന്നു. കാണാൻ കൊള്ളില്ലെന്നും പെറ്റ അമ്മ കണ്ടാൽ സഹിക്കില്ലെന്നും ഒരു പടി കൂടി കടന്ന് സത്യഭാമ പറയുന്ന വീഡിയോ സമൂഹമാധ്യമത്തിൽ വ്യാപകമായി പ്രചരിച്ചു. ഇപ്പോഴിതാ സത്യഭാമയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ്. ഇതുപോലുള്ള മരപ്പാഴുകൾ ഈ 21ാം നൂറ്റാണ്ടിലും ഉണ്ട് എന്നുള്ളത് കൗതുകകരമാണ് എന്നാണ് അഞ്ജു കുറിച്ചിരിക്കുന്നത്. ഇവളെപ്പോലുള്ള കുലടകൾ കലയെയോ കലാദേവിയോ ഉപാസിക്കുന്നവരല്ല, മറിച്ച് കലയെ വ്യഭിചരിക്കുന്നവർ തന്നെയാണ്. എങ്ങനെയാണ് നിറത്തിന്റെ പേരിൽ ഒരു സഹജീവിയെ ഇങ്ങനെ അപമാനിക്കാൻ ഒരു കലാകാരിക്ക് സാധിക്കുന്നത് എന്ന് അഞ്ജു പാർവതി പ്രവീഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചിരിക്കുന്നു. കലാമണ്ഡലം സത്യഭാമ എന്ന ഈ സ്ത്രീക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് തന്നെ നീങ്ങണം. ഈ സ്ത്രീ അപമാനിച്ചത് ഒരു വ്യക്തിയെ മാത്രമല്ല, മറിച്ച് ഉദാത്തമായ ഒരു നൃത്തരൂപത്തെ കൂടിയാണ്. കാക്കയെ പോലെ കറുത്തവൻ എന്ന് പറഞ്ഞ ആ പുഴുത്ത നാവ് കൊണ്ട് എങ്ങനെയാണ് സ്ത്രീയെ നിങ്ങൾ ഇനി സരസ്വതി സ്തുതിയൊക്കെ ചൊല്ലുക എന്നും അഞ്ജു ചോദിച്ചിരിക്കുന്നു. കലാഭവൻ മണി എന്ന കലാകാരന്റെ അഡ്രസ് എടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചു വെച്ച കലാകാരനായ ഒരാളല്ല രാമകൃഷ്ണൻ, മറിച്ച് കലയുടെ ദേവിയെ ഹൃദയം കൊണ്ട് ഉപാസിച്ച് ഓരോ പടിയും ചവിട്ടിക്കയറി മോഹിനിയാട്ടം സ്വായത്തമാക്കിയ ഒരാളാണ് അദ്ദേഹം. തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ ബിരുദം നേടി MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മോഹിനിയാട്ടം 1ാം റാങ്കോടുകൂടി ജയിച്ചവൻ. കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ MPhil നേടി, അതും ടോപ്പ് സ്കോറർ ആയിട്ട്. മോഹിനിയാട്ടത്തിൽ PhD, UGC, നെറ്റ് എന്നിങ്ങനെയുള്ള യോഗ്യതകൾ, ദൂരദർശനിൽ A ഗ്രേഡഡ് ആർട്ടിസ്റ്റ്, അതിനൊപ്പം 15 വർഷത്തോളം അധ്യാപക പരിചയം. ഇത്രയും അക്കാദമിക് യോഗ്യതകളുള്ള ഒരു വ്യക്തിയാണ് കേവലം നിറത്തിന്റെ പേരിൽ ഒരു നാറിത്തകി ഇങ്ങനെ പരസ്യമായി പറയുന്നത് എന്ന് അഞ്ജു കുറിക്കുന്നു. ഇവരുടെയൊക്കെ നൃത്തവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഗതികേട് ഓർത്തു നോക്കൂ. തൊലിപ്പുറത്തെ മെലാനിന്റെ ഏറ്റക്കുറിച്ചിലുകൾ നോക്കി മനുഷ്യരെ തരംതിരിക്കുന്ന ഇവളുടെയൊക്കെ മനസ്സിലെ കുഷ്ഠം ഒരു കാലത്തും ഭേദമാവില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അഞ്ജു പാർവതി പ്രവീഷ്. സ്വന്തം കഴിവിനോ പ്രയത്നത്തിനോ യാതൊരു പങ്കുമില്ലാത്ത ജാതി, നിറം ഇവയിലൊക്കെ അഭിരമിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട് എന്നത് അമ്പരപ്പിക്കുന്നതാണ്. ഒരാളുടെ തൊലിയോ നിറം യോഗ്യതയോ അയോഗ്യതയോ ആയി മാറും എന്ന ചിന്ത നല്ല പെട കിട്ടാത്തതിന്റെ അസുഖമാണ്. മുക്കാലിൽ കെട്ടി പുറമടിച്ചു പൊളിച്ച് കാന്താരി അരച്ചു തേച്ചാൽ മാത്രമേ ഈ അസുഖം മാറൂ. തൊലി വെളുത്തിരിക്കുന്നത് എന്തോ മഹത്വമാണ് എന്ന് ചിന്തിക്കുന്ന ഇവരെ പോലെയുള്ള വിഷജന്തുക്കളെ സാമൂഹ്യ വിലക്ക് പ്രഖ്യാപിച്ച് അകറ്റി നിർത്താൻ എല്ലാവരും തയ്യാറാകണം. ഡോക്ടർ RLV രാമകൃഷ്ണന്റെ പ്രകടനത്തിൽ കലാപരമായ പോരായ്മ ഉണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. അതല്ല, പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതാണ് അവരുടെ പ്രശ്നമെങ്കിൽ അതാണ് പറയേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിയെ വംശീയമായും ജാതീയമായും അധിക്ഷേപിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. രാമകൃഷ്ണനെ ഹൃദയപൂർവ്വം ചേർത്ത് നിർത്തുന്നു. ഒരാഴ്ച മുൻപ് മലപ്പുറത്ത് വിദേശ കളിക്കാരനെ ഏറ്റ വംശീയ അധിക്ഷേപവും കേരളത്തിലായിരുന്നു എന്നത് മറക്കരുത് എന്നാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ച് സന്ദീപ് വാചസ്പതി എഴുതിയിരിക്കുന്നത്. എന്തായാലും നർത്തകി എന്നതിനെ മാറ്റി നാറിത്തകി എന്നാക്കണം ഇത്തരത്തിൽ ചിന്തിക്കുന്നവരെ കുറിച്ച് പറയേണ്ടത് എന്ന അഞ്ജു പാർവതി പ്രവീഷിന്റെ ആ ഒരു പരാമർശം വളരെ ശരിയാണ്. നമ്മുടെ കേരളത്തിൽ ഇതിപ്പോൾ ഈ ആഴ്ച 2ാമത്തെ പ്രാവശ്യമാണ് ഇത്തരത്തിലൊരു കലാകാരനെ അധിക്ഷേപിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത്. നേരത്തെ കോലഞ്ചേരി കോളേജിൽ ജാസി ഗിഫ്റ്റ് പാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിച്ച സംഭവം നടന്നതും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. എന്തായാലും കലാകാരൻ എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്ക് അധിക്ഷേപിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് എന്നൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി തുടങ്ങിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കലാകാരന്മാരെ ഒരു മാന്യതയില്ലാത്ത തരത്തിൽ അധിക്ഷേപിക്കുന്നത് സമൂഹത്തിന്റെ പല തട്ടിൽ ഉള്ളവർക്കിടയിലും വ്യാപകമായി വരികയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.